സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നു. തിരുവനന്തപുരത്ത് എംപോക്സ് ബാധ സ്ഥിരീകരിച്ചു. സൗദി അറേബ്യയിൽ നിന്നും എത്തിയ കിളിമാനൂർ സ്വദേശിക്കാണ് രോഗബാധ. സംസ്ഥാനത്ത് ഇന്ന് 19 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഒരാൾക്ക് രോഗമുള്ളതായി സംശയം. 68 പേർക്ക് ഇന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധിയിൽ ഇന്ന് 5 മരണം റിപ്പോർട്ട് ചെയ്തു. അതേസമയം സംസ്ഥാനത്ത് നിപ്പ ഭീതി ഒഴിയുന്നു. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട 9 പേരിൽ 6 പേർ ആശുപത്രി വിട്ടു. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രൻ ചേരുന്നുണ്ട്. സനിസ, അങ്ങനെ പകർച്ചവ്യാധികൾ വ്യാപിക്കുകയാണ്. ഇന്നിപ്പോൾ എംപോക്സും കൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് സംസ്ഥാനത്തിലെ നിലവിലെ സാഹചര്യം? എന്താണ്? ഭീതിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് എന്ന് പറയാം. എബോള രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ടെസ്റ്റുകൾ നടന്ന് അതിന്റെ ഫലം കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തെ എംപോക്സ് സ്ഥിരീകരിക്കുന്നത്. ഈ 2 രോഗങ്ങളും പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. കിളിമാനൂർ പുളിമാത്ത് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 45 വയസ്സുള്ള ഒരു പുരുഷനാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗി സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലെത്തിയ ആളാണ്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫീവർ ICUവിൽ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യമാണ്. ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. കൂടാതെ തന്നെ നമ്മുടെ ഈ ഷിഗല്ല അടക്കമുള്ള രോഗങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങും എത്തുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ഓരോ ദിവസവും ഷിഗല്ലയിലെ കണക്കുകൾ അല്ലെങ്കിൽ കേസുകൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് ഇന്ന് 19 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് രോഗമുള്ളതായി സംശയമുണ്ട്. കൂടാതെ ഏറ്റവും മരണസംഖ്യ ഉയർത്തുന്ന ഡെങ്കിപ്പനി ഇന്ന് 68 പേർക്കാണ് സ്ഥിരീകരിച്ചത്. 297 പേർക്ക് രോഗലക്ഷണങ്ങളോടെ സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ പകർച്ചവ്യാധിയിൽ 5 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. തൃശൂരിൽ 67കാരി ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു. കണ്ണൂരിൽ എലിപ്പനി ബാധിച്ച് 51കാരി മരിച്ചിട്ടുണ്ട്. കോട്ടയത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് 50 വയസ്സുകാരി മരിച്ചു. കോട്ടയത്ത് ഇൻഫ്ലുവൻസ ബാധിച്ച് ഒരു 40 വയസ്സുകാരൻ മരിച്ചു. എറണാകുളത്തെ AES ബാധിച്ച് 66 വയസ്സുകാരൻ മരിച്ചു. ഇവരിൽ പലരിലും ഇരട്ട രോഗം കണ്ടതായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ 105 പേർക്കാണ് ഇൻഫ്ലുവൻസ സ്ഥിരീകരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ആകെ ആശ്വാസം എന്ന് പറയുന്നത് നിപ്പ ഭീതി ഒഴിയുന്നു എന്നതാണ്. രോഗബാധിതന്റെ നില മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപിക്കുകയാണ്. സനിസയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.